ഭംഗിയുള്ളവരായിരിക്കും. നിങ്ങൾ വളരെ സുന്ദരിയാണ്. എന്തു പറ്റി മാഡം? എനിക്കെന്തോ വല്ലാതെ. ഐ ജസ്റ്റ് കം. കോഫിയിൽ നീ എന്താ കലർത്തിയ? ഗുളിക. ഇനിയുണ്ടോ അത്? ഇനിയും ഗുളിക? ഇവക്കെന്താ പവർ പോരെ? Get out from here. ഇവള് വ്യത്യസ്തമായ ക്യാരക്ടറാണല്ലോ. നീ എന്തിനാ ഇവിടെ വന്നേ? എന്റെ വീട്ടിൽ വരുന്നതിന് ഞാൻ ആരോട് ചോദിക്കണം? ഇതേ നിന്റെ വീടൊന്നുമല്ല. നീ പറഞ്ഞല്ലേ ഞാൻ രാജേശ്വരമായിട്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ. അങ്ങനെ തോർത്തന്റെ വീട്ടിലേക്ക് നീ എന്തിനാടി വന്നത്? എന്നോട് ക്ഷമിക്കേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. കാല് വീണ്ടും മാപ്പ് ചോദിക്കാം. വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞ് ടോർച്ചർ ചെയ്യാതെ. ഈ ലോകത്ത് വേറെ ആരും സംശയിക്കപ്പെട്ടിട്ടില്ലേ? വഴക്കുണ്ടാക്കാറില്ലേ? എന്റെ ലോകം തന്നെ വേറെയാണ്. ആ ലോകത്തിൽ നീ ഇല്ല. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കും. ശരി, റിലാക്സ്. ഈ കോഫി കുടിക്കേ, റിലാക്സ് ആയിട്ടിരിക്കേ. ഈശ്വര, ഈ ഗുളിക എങ്ങനെയെങ്കിലും വർക്കൗട്ടായി ഞങ്ങളെ രണ്ടുപേരെ ഒന്നാക്കി തരണേ. എന്താ ഇത്, കോഫി കുടിച്ചില്ലേ? നീ ഇട്ട് തരുന്ന കോഫി കുടിക്കാൻ ഞാൻ എന്താടി നിന്റെ? എനിക്ക് കോഫി ഇട്ട് തരാൻ ഇവിടെ ജോലിക്കാരിയുണ്ട്. ഈ വീട് ക്ലീൻ ചെയ്യാൻ ഇവിടെ ജോലിക്കാരിയുണ്ട്. എല്ലാത്തിനും ആളുണ്ടടി. ഇനി ഇവിടെ നിന്റെ ആവശ്യമില്ല. പോടി ഇവിടുന്ന്. നിങ്ങൾക്ക് എന്തിനാ എന്നോട് ഇത്രയും ദേഷ്യം? നോക്ക്, നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് ആയി കഴിഞ്ഞു. വീണ്ടും അത് നീ തുടങ്ങാൻ നോക്കണ്ട. ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഓടി വിടുന്ന. ഒന്ന് നിക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുക. പോടി വിടുന്ന. എന്താ ഇത്? കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പോടുന്ന. പോ. പോകാനാ പറഞ്ഞതാ. ഇവിടെ നിന്നോട് പോകാനാ പറഞ്ഞത്. പോയി തൊലയ്ക്ക. ആരെങ്കിലും സഹായിക്കണേ, കാശ് തന്ന് ആരെങ്കിലും സഹായിക്കണേ. അയ്യോ, ആരെങ്കിലും സഹായിക്കണേ, കാശ് തന്ന് ആരെങ്കിലും സഹായിക്കണേ. ശവടക്കം കാശ് ചോദിക്കണേ, ശവടക്കം ചേട്ടാ നമസ്കാരം ചേട്ടാ. കണ്ടോ ചേട്ടാ, എന്റെ കൂട്ടുകാരൻ പെട്ടെന്ന് മരിച്ചുപോയി. ഇവന്റെ ശവം നാട്ടിലേക്ക് കൊണ്ടുപോകണം ചേട്ടാ. ടാക്സിക്കാര് പക്ഷെ ഒരുപാട് കാശ് ചോദിക്കണം. വിഷമിക്കണ്ട, ഞാൻ സഹായിക്കാം. എങ്ങനെയെങ്കിലും സഹായിക്കണം ചേട്ടാ. ചേട്ടനെ കണ്ടാൽ തന്നെ അറിയാം ചേട്ടൻ ഒരുപാട് സഹായിക്കുന്ന ആളാണെന്ന്. ചേട്ടാ ഇവനെ നാട്ടിലേക്ക് കൊണ്ടുപോകണം ചേട്ടാ. അവിടെ എല്ലാരും ഇവനെയും കാത്തിരിക്കുകയാണ് ചേട്ടാ. വിഷമിക്കണ്ട, ഞാൻ നോക്കിയോളാം. സഹായിക്ക് ചേട്ടാ. ശരി, നാട്ടിലുള്ള ചുടുകാട്ടി കത്തിക്കാൻ വേണ്ടിയല്ലേ ഇത് കൊണ്ടുപോകുന്നത്? അതെ ചേട്ടാ, അവിടെയുള്ള ചുടുകാട്ടി തന്നെയാണ് ഇരിക്കാൻ പോണത്. ഒന്ന് വെയിറ്റ് ചെയ്യ്, നിനക്ക് അരമണിക്കൂർ ചാരം തരാം. ചാരോ? ഹലോ, ആ സാർ ഇവിടെ ഒരു അനാഥ ശവശരീരമുണ്ട്. നിങ്ങളൊരു ആംബുലൻസ് അയക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെ അങ്ങ് കയറ്റി അയക്കാം സാർ. നിങ്ങൾ അത് കത്തിച്ച് കളഞ്ഞിട്ട് ചാമ്പലിങ് തന്നാ മതി. ആ വെക്കട്ടെ സാർ. എവിടേക്കാ പോയത് ഉമാര്? ആ, എന്റെ ഡൗട്ട് ശരിയായിരുന്നു. എല്ലാം ഫ്രോഡാണ്.
സാറേ നമസ്കാരം സാറേ. നമസ്കാരം സാർ. നിങ്ങൾ ഈ സ്ഥിതി വരുമെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു സാർ. എന്ന് ഞാൻ ജോലി വിട്ടു വന്നു അന്ന് തുടങ്ങിയ കഷ്ടമാ സാർ. ഇവനോട് വേണ ചോദിക്കും സാർ, കഴിക്കാൻ പോലും ഒന്നുമില്ല. ഇപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് തന്ന ജോലി നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്തില്ല. ശരി, പുറത്തുപോയി എന്തെങ്കിലും ജോലി ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഈ സ്ഥിതിയിലായില്ലേ. 5000 രൂപയ്ക്ക് വേണ്ടിയാ സാർ ഈ കഷ്ടമല്ല. വെറും 5000 രൂപയ്ക്ക് വേണ്ടി ഇവന്റെ ഭാര്യ അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി സാർ, അടിച്ചിറക്കി. ഇനി എന്ത് ചെയ്യാനാ? ആ ശരി. ഈ പൈസ മര്യാദയ്ക്ക് വീട്ടിൽ കൊടുത്തിട്ട് നാളെ തൊട്ട് ജോലിക്ക് വന്നേക്കണം. ശരി സാർ, തീർച്ചയായിട്ടും വരാം. ഒരുപാട് നന്ദിയുണ്ട് മുതലാളി, ഒരുപാട് നന്ദിയുണ്ട്. വളരെ നന്ദിയുണ്ട് മുതലാളി. രാവിലെ തന്നെ ഞങ്ങൾ മറക്കില്ല മുതലാളി. വരാം മുതലാളി. മുതലാളി പൊയ്ക്കോ. ഒരിക്കലും മറക്കില്ല മുതലാളി. ദൈവമാ, ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം. എന്തായാലും നീ ഇന്ന് രക്ഷപ്പെട്ടു കളിയാ. ഹലോ ചന്ദ്രു, ഞാൻ സന്ധ്യ സംസാരിക്കുന്നത്. ആ പറയൂ സന്ധ്യ. സാർ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. എന്ത്? ഏതോ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറയുന്നു. ദയവായി എന്നെ മറന്നേക്കു ചന്ദ്രു, എന്നെ മറന്നേക്കോ. ഏത് ഗസ്റ്റ് ഹൗസ് എന്നറിയോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയുന്നത് നീ തെറ്റിദ്ധരിക്കണ്ട. സന്ധ്യ എന്നൊരു പെണ്ണിനോട് അവന് ബന്ധമുണ്ട്. ഇതിനെപ്പറ്റി എന്നോട് ഡിസ്കസ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. എന്റെ കൂടെ അദ്ദേഹത്തിന്റെ ദേഷ്യമാണ് ഇതിനൊക്കെ കാരണമെന്ന് വിചാരിച്ച്, പക്ഷേ സന്ധ്യയോടുള്ള ഇഷ്ടമാണ് ഇതിനൊക്കെ കാരണമെന്ന് എനിക്കിപ്പോ മനസ്സിലായത്. ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങളാണോ രഘുവിന്റെ വൈഫ്? അതെ. നിങ്ങളാരാ? എന്റെ പേര് ചന്ദ്രൻ, സന്ധ്യയുടെ ലവറാ. ഓ, അവിടെ ഇരിക്കെ. നിങ്ങളുടെ ഹസ്ബൻഡ് എന്തൊക്കെ ചെയ്യുന്നറിയോ? സന്ധ്യനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവളുടെ കൂടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ ഏതോ ഗസ്റ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരിക്കുക. ആ ഗസ്റ്റ് ഹൗസ് എവിടെയാന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഗസ്റ്റ് ഹൗസോ? എനിക്കറിയാവുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ചിലപ്പോ അതായിരിക്കും. വാ, നമുക്ക് പോയി നോക്കാം. ഞാൻ ചെയ്യുന്നത് തെറ്റാന്ന് എനിക്കറിയാം സന്ധ്യ. അല്ല സർ, നിന്നെ എന്റെ ഭാര്യയാക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഇവിടേക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ സന്ധ്യ? എനിക്ക് മനസ്സിലായി. ഞാനില്ലാതെ സാറിന് ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. ഇനി സാറുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അതാണ് എന്റെ ആഗ്രഹം. സന്ധ്യ, സന്ധ്യ, ഇപ്പോഴാണ് എന്റെ സ്നേഹം നീ നന്നായിട്ട് മനസ്സിലാക്കിയത് സന്ധ്യ. ഇത് മതി സന്ധ്യ. എനിക്ക് നിന്റെ സ്നേഹം എനിക്ക് കിട്ടിക്കഴിഞ്ഞു സന്ധ്യ. സാർ സാറെന്ന് വിളിച്ച് വിളിച്ച് നീ എന്നെ ടോർച്ചർ ചെയ്യുകയായിരുന്നു. നിന്റെ അടുത്ത് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അറിയാവോ? നീയാണ് എന്റെ ഭാര്യ, എന്റെ ലവ്, എന്റെ ജീവിതം, എല്ലാം നീ മാത്രമാണ്. നീ രഘു രഘു എന്ന് വിളിക്കുമ്പോ എനിക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവും അറിയോ നിനക്ക്? സന്ധ്യ, എന്നെ വിട്ട് പോകരുത് സന്ധ്യ. എന്റെ കൂടെ തന്നെ നീ ഉണ്ടാവണം സന്ധ്യ. നീ എനിക്ക് വേണം സന്ധ്യ. ഏയ് സന്ധ്യ, ഏയ് സന്ധ്യ, നീ എന്താ ചെയ്യുന്നേ? ഏയ് ഏയ് സന്ധ്യ, സന്ധ്യ നിൽക്ക, സന്ധ്യ, സന്ധ്യ നിൽക്ക, സന്ധ്യ നിൽക്കാനാ പറഞ്ഞ. സന്ധ്യ, സന്ധ്യ നിൽക്ക. എന്നെ വിട്ട് പോകും നീ.
എങ്ങോട്ടാ ഓടുന്നത്? എന്നെ വിട്ട് പോവല്ലോ നീ. നീ എനിക്ക് മാത്രമുള്ളതാണ്. ഞാൻ പറയുന്നത് കേക്ക്. നീ എനിക്ക് മാത്രമുള്ളതാ. പറയുന്നത് കേക്ക്. നീ എനിക്ക് മാത്രമുള്ളതാണ് സന്ധ്യ. ആരെന്ന് നീ വിളിക്കരുത് സന്ധ്യ. ഇനി അങ്ങനെ പറയരുത്. അവിടെ മാത്രം രഘുന്ന് വിളിച്ചില്ലേ നീ? അവിടെ മാത്രം നീ എല്ലാ സ്നേഹവും കാണിച്ചില്ലേ? എന്നെ വിട്ട് പോകരുത് സന്ധ്യ. സന്ധ്യ നീ എനിക്ക് വേണം സന്ധ്യ. എന്നെ രഘുന്ന് വിളിക്ക സന്ധ്യ. രഘുന്ന് വിളിക്ക സന്ധ്യ. രഘുന്ന് വിളിക്ക സന്ധ്യ. രഘുന്ന് വിളിക്കേ. അവിടെ മാത്രം നീ എന്നെ രഘുന്ന് വിളിച്ചില്ലേ? വിളിക്ക സന്ധ്യ. ഇവിടെ വിളിക്കേ. രഘു വിളിക്കടി. രഘുന്ന് വിളിക്കടി. നീ വിളിക്കടി. വിളിക്കാനാ പറഞ്ഞത്. വിളിക്കേ. രഘുന്ന് വിളിക്കേ. വിളിക്കേ. ഇപ്പൊ വിളിക്കാ. സന്ധ്യ നീ എന്തിനാ അവന്റെ അടുത്ത് പോയി നിൽക്കണേ? നീ എന്തിനാ അവിടെ പോയി നിൽക്കണേ? ഇവിടെ എന്റെ പെണ്ണാ. നിനക്കെന്താ? സന്ധ്യ എനിക്കെല്ലാം അറിയാം. നീ വിട് വിട് വിടാനാ ഞാൻ. ചേട്ടാ എന്നെ സന്ധ്യയെ നീ പിരിക്കാൻ വേണ്ടി നോക്കുകയാണല്ലേ? സന്ധ്യ ഓടാ. നിന്നെയാടാ ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചോണ്ടിരുന്നത്. മാറി നീക്കൊരു സാറാണ്ടാ വൃത്തിയായിട്ടവനാ. നിനക്കെന്റെ സന്ധ്യ വേണമല്ലേ? സന്ധ്യ വേണമല്ലടാ. എടാ എന്റെ സന്ധ്യ നിനക്ക് വേണമല്ലേ? എന്റെ സന്ധ്യ ഞാൻ ആർക്കും വിടത്തില്ല. സന്ധ്യ നിനക്ക് വേണമല്ലേ? സന്ധ്യ വാ നമുക്ക് പോവാം. സന്ധ്യ വാ വാ സന്ധ്യ. ഇവന്റെ അടുത്ത് നിന്നെ രക്ഷിക്ക് ചന്ദ്രു. രക്ഷിക്കുന്നു വെച്ചാ? രക്ഷിക്കുന്നു വെച്ചാ? അപ്പൊ ഞാൻ ആരാ? ഞാൻ ആരാ? രക്ഷിക്കുമെന്ന് പറഞ്ഞ ഞാൻ ആരാ? ഞാൻ ആരാ? അയ്യോ ഞാൻ ആരാ? എന്റെ സന്ധ്യ. രഘു 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 എന്റെ സന്ധ്യ. എന്റെ സന്ധ്യ. എന്ത് പറ്റി രഘു? എന്റെ സന്ധ്യ. രഘു എന്റെ സന്ധ്യ. എന്ത് പറ്റി? എന്ത് പറ്റി എന്റെ രഘു? സന്ധ്യ എനിക്ക് വേണം. എന്റെ സന്ധ്യ. എന്റെ സന്ധ്യ. നോക്ക് രഘു. എന്റെ രഘു, സന്ധ്യ. എന്നോട് എന്തെങ്കിലും പറ രഘു. എന്റെ സന്ധ്യ. രഘു എന്ത് പറ്റി എന്റെ രഘു? സന്ധ്യ. രഘു എന്റെ സന്ധ്യ. എന്റെ സന്ധ്യ. രഘു എന്റെ സന്ധ്യ ട്യൂഷൻ. നോക്ക് എന്റെ രഘു. സന്ധ്യ രഘു, ട്യൂഷൻ വേണം. ഇങ്ങോട്ട് നോക്ക് എന്റെ രഘു. സന്ധ്യ ഇപ്പൊ ട്യൂഷൻ രഘു, വേണം. നിങ്ങൾക്ക് എന്താ വേണ്ട ഞാൻ തരാം. എന്ത് വേണമെന്ന് പറ രഘു. നിങ്ങൾക്ക് എന്ത് വേണം രഘു? സന്ധ്യ വേണം തരുമോ നീ? സന്ധ്യ വേണം തരുമോ നീ? സന്ധ്യ വേണം തരുമോ നീ? സന്ധ്യ വേണം തരുമോ നീ? എന്റെ സന്ധ്യ വേണം തരുമോ നീ? എന്റെ സന്ധ്യ എനിക്ക് വേണം. എന്റെ സന്ധ്യ എനിക്ക് വേണം. എന്റെ സന്ധ്യ എനിക്ക് വേണോടി. എന്റെ സന്ധ്യ. സർ 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 സന്ധ്യ ഇപ്പൊ വരും. 5 മണിയാകുമ്പോ ട്യൂഷനോള് വരും. സർ സർ എൻ്റെ സന്ധ്യയുടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ അനുഗ്രഹിക്കണം. അഞ്ച് മണിയാകുമ്പോ സന്ധ്യ വരും. 5 മണിയാകുമ്പോ സന്ധ്യ വരും കേട്ടോ. അവർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കണം. സാറിനെ നന്നായി നോക്കിക്കൊള്ളണം. സന്ധ്യ നീ നോട്ട് ചെയ്തോ. കറക്റ്റ് നോട്ട് ചെയ്യണേ. ഞങ്ങൾ അറിഞ്ഞു. 5 മണിയാകുമ്പോ സന്ധ്യ വരും. സന്ധ്യ വരും.